ഈ നിയമസഭയിലേക്കാണ്. ഇംഗ്ലീഷിൽ കേരള എന്നും ഹിന്ദിയിൽ കേരൾ എന്നും കേരളത്തെ വിശേഷിപ്പിക്കുന്ന ആ പദപ്രയോഗങ്ങൾ മാറ്റി കേരളം എന്ന് തന്നെ വിശേഷിപ്പിക്കണം എന്നത് സംബന്ധിച്ച ആ പേര് മാറ്റം സംബന്ധിച്ച ബിൽ ഇക്കാര്യത്തിൽ രാഷ്ട്രപതി അഭിപ്രായം തേടിയിരുന്നു. അക്കാര്യം നിയമസഭ പരിഗണിക്കുകയാണ്. നമ്മളുടെ 10 ചോദ്യങ്ങളാണ് നിയമസഭയുടെ അംഗീകാരത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ആദരണീയായ നമ്മളുടെ രാഷ്ട്രപതി ചോദിച്ചിട്ടുള്ളത്. ദീർഘശീർഷകത്തോടും സഭ യോജിക്കുന്നുണ്ടോ? ശീർഷകത്തോടും ദീർഘശീർഷകത്തോടും സഭ ഏകകണ്ഠമായി യോജിക്കുന്നു എന്ന് നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശീർഷകത്തോടും ദീർഘശീർഷകത്തോടും സഭ യോജിക്കുന്നുണ്ടോ എന്ന് നമ്മളിവിടെ നമ്മളുടെ ഏകദേശം ഒരു കോൺസെൻസസ് എടുത്ത് വ്യത്യസ്ത അഭിപ്രായം ഇല്ലെന്നുവരികിൽ നമുക്കത് യെസ് എന്ന് രേഖപ്പെടുത്താവുന്നതാണ്. യെസ്. Khandamana, short title and commencements. That this act may be called the Kerala Alteration of Name Act 2026. It shall be come into force on such date as the central government may, by notification in the official gazette, appoint. Khandam ഒന്നിനോട് സഭ യോജിക്കുന്നുണ്ടോ? Yes. In this act, unless the context otherwise requires, appointed definition clauseകളാണ്. Appointed day means the date appointed under subsection 2 of section 1 for coming into force of this act. Appropriate government means as respects a law relating to the matter enumerated in the list നിയമസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കേരള എന്ന് ഇംഗ്ലീഷിലും കേരൾ എന്ന് ഹിന്ദിയിലും പറയുന്ന കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ഇനി കേരളം എന്ന് വിശേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സംസ്ഥാന നിയമസഭ പ്രമേയം പാസ്സാക്കുകയും കേന്ദ്ര സർക്കാർ അതിന് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ രാഷ്ട്രപതി 10 കാര്യങ്ങൾ സംസ്ഥാന നിയമസഭയോട് ചോദിച്ചിരുന്നു. ആ കാര്യങ്ങൾ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഏകകണ്ഠമായി അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ അത് സംബന്ധിച്ച ബിൽ പാസ്സാക്കിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.